അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അമ്മാൻ്റെ ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരും കൂടിയിട്ടൊരു ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. വയനാട്ടിലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 4:30-5 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങളിവിടെ ബസ്സിലേക്ക് വന്നത് കേട്ടോ. എല്ലാവരും ആ ടൈം ആയപ്പോഴത്തേന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തിയാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ വരൽ തുടങ്ങണുള്ളൂ. ഈ ഒരു സമയം നല്ല മഴയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം നല്ല മഴ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാവർക്കും കൂടുന്നൊരു ഡേറ്റാണല്ലോ ഫിക്സ് ചെയ്യുക. അപ്പം ഇനിയിപ്പോൾ അതിലൊന്നൊരു മാറ്റം വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അന്ന് തന്നെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു 5:30-6 മണി ആവാനായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി എത്തിയപ്പോൾ നേരം കുറച്ച് വൈകി. പിന്നെ എളാമ്മ നെയ്യപ്പൊക്കെ ഉണ്ടാക്കി കളഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും കഴിച്ച് പിന്നെ അതാ ഓരോരുത്തർ ഡാൻസൊക്കെ കളിക്കൽ തുടങ്ങിയാണ് കേട്ടോ ബാക്കിൽ. അപ്പോൾ നല്ലൊരു രസമായിരുന്നു കേട്ടോ ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ താമരശ്ശേരിയുള്ള ഈ ഒരു നോളജ് സിറ്റിയിലേക്കാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇറങ്ങിയതാണ്. രാവിലെ തന്നെ ഈ കോടയൊക്കെ മൂടി കിടക്കണതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം നല്ല തണുപ്പുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ വേറെയും കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. ഞങ്ങൾ പൊറാട്ടയും ചിക്കൻ കറി അതിന് ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവന്നിട്ടുണ്ടായിനത്. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കര മഴയിനി. പിന്നെ ഈ ചുരത്തിലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ പിന്നെ എല്ലാവരും കാണുന്നതാണല്ലോ. അങ്ങനെ ഇപ്പോൾ ഞങ്ങളിവിടെ എത്തി കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് പൂക്കോട്ട് തടാകത്തിലേക്കാണ് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴും നല്ല മഴ തന്നെയിനി. അപ്പോൾ പിന്നെ ഇനി നനയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയപ്പം ഇവിടെ ഒരു ഷോപ്പുണ്ട്. കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ റെയിൻ കോട്ടൊക്കെ വാങ്ങുന്നുണ്ട് എല്ലാവരും. അത് കണ്ടിട്ട് ഞങ്ങളും വാങ്ങി റെയിൻ കോട്ടൊക്കെ. കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുത്ത് സജു
അവിടെ നിന്നാറ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബസ്സിക്ക് തന്നെ കയറി കേട്ടോ. അപ്പോൾ ആരും ബോട്ടിലൊന്നും പോയിട്ടില്ല, ആർക്കും ഒരു ധൈര്യമല്ല കേട്ടോ മഴ പെയ്തുകൊണ്ട്. അപ്പോൾ കുറച്ച് ടൈം അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ തിരിച്ച് ബസ്സിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ മസാലക്കടല കൊടുന്നേന് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി നോക്കി കേട്ടോ. അപ്പോൾ അവിടെ മഴ ആയതുകൊണ്ട് ക്ലോസ് ആക്കിയിട്ടാണ്, ഓപ്പൺ അല്ല എന്ന് പറഞ്ഞപ്പോൾ തിരിച്ച് ബസ്സിക്ക് തന്നെ കയറി. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലം നല്ല സൗകര്യമായി ഞങ്ങൾക്ക് തോന്നി. അവിടെ പത്രമൊക്കെ വിരിച്ചിട്ട് അങ്ങനെ എല്ലാവരും ഇരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ആയിന് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പാർക്കിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുള്ള ഒരു പാർക്ക് തന്നെയാണത്, അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇനി ആരെങ്കിലും ഈ ഒരു സ്ഥലത്തേക്ക് വരാത്തുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് വയനാട് വരുമ്പോൾ വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു സ്ഥലം കൂടിയാണ്. പിന്നെ ഒരുപാട് ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് പോരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നല്ല മഴ ഉണ്ടായിന്. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ
അപ്പം തന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് മഴയൊന്നും ഇല്ലേനി കേട്ടോ. അങ്ങനെ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും തിരിച്ചിറങ്ങി. ഇനിയിപ്പോൾ ഞങ്ങൾ ബസ്സിക്ക് കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ല മഴയൊക്കെ പെയ്ത് തോർന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ പോരുന്ന വഴിക്കുള്ള ഈ ഒരു തേയിലത്തോട്ടത്തിൽ ഇതാ സിപ്പ് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനി. അപ്പോൾ എല്ലാവരും ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ ഇറങ്ങിയിട്ട് അതിലൊക്കെ കയറിയിനി. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും ഭംഗിയുള്ള സ്ഥലമാണല്ലോ. പിന്നെ കുറച്ച് പർച്ചേസിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിനി. ഒന്ന് വിസിറ്റ് ചെയ്ത് ഉഷാറായി സാമ്പിളൊക്കെ കഴിച്ച് നല്ല അടിപൊളിയിൽ പോവാം. തയ്യാറാണോ? പൊന്നിത്താറ് റെഡിയാണോ? വേണ്ട കോഫി വേണ്ട, ചായ വേണ്ട, അൽമിൽക്ക് വേണ്ട, ജ്യൂസ് വേണ്ട, ഒന്നും വേണ്ട. നല്ല പരിപാടി. ഉല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി വച്ച മലയാളി